സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. എക്സാലോജിക്ക് വീണയ്ക്കെതിരെ കൂടുതൽ തെളിവ്, കോടിക്കുരുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് റിയാസിലേക്കും ചോദ്യമുന എന്ന് പറഞ്ഞുകൊണ്ട് സബ് ഹെഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ ഹവാല സൂചന നൽകിക്കൊണ്ടുള്ള ഹിന്റുകളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ വാർത്ത. സത്യത്തിൽ ഇ ഡിയുടെ ഒരു പ്രസ് റിലീസില് റിയാസിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഒന്നുമില്ലല്ലോ സാർ. പിന്നെ എങ്ങനെയാണ് മനോരമയ്ക്ക് ഈ ഒരു വാർത്ത കിട്ടുന്നത്? മനോരമക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലാത്തവര്. അവരിപ്പോ അവർക്ക് സങ്കല്പം അനുസരിച്ച് വാർത്ത കൊടുക്കും. അല്ല, മാധ്യമ ധർമ്മം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ ചാരക്കേസ് എങ്ങനെ ഉണ്ടായത്? ഇനി ഇതുപോലെയുള്ളത് 250 വാർത്ത ഇവിടെ കേൾപ്പിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മനോരമയുടെ വാർത്തയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ഈ എപ്പിസോഡ് തീരില്ല. പക്ഷെ 10-50 എപ്പിസോഡെങ്കിലും വേണ്ടി വരും. മനോരമ, ഞാനൊരു തവണ പണ്ട് മനോരമയുടെ വാർത്ത വായിച്ച് കോൾമയർ കൊണ്ടുപോയിട്ടുണ്ട്. അതേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നിട്ടുള്ള ഒരു വിദേശ യുവതിയെ ഒരാൾ പീഡിപ്പിച്ചു, ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്തയാണ്. ആ വാർത്ത എഴുതിയേക്കണതില് ശരിക്കും പറഞ്ഞാൽ മറ്റേ സ്കെച്ച് വരച്ചിട്ടില്ലെന്ന് മാത്രമേ. ഞാനിപ്പോഴും ഓർക്കണ്ടല്ല, ഏത് ദിവസം ഏത് വർഷം പണ്ടാണ് പുറേ പറഞ്ഞല്ലേ. ആ വാർത്ത വായിച്ചതിനെ ഞാൻ കോൾമയർ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു വാർത്ത എന്ത് ചെയ്യും എഴുതുമെന്നുള്ളത്. കാരണം അന്ന് നമ്മളത് സത്യം പറഞ്ഞാൽ വായിച്ചുകൊണ്ടിരുന്നപ്പോ പത്രമാണെന്ന് പോലും മറന്നുപോയത്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനോരമക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. 8 ഇടങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു. അതിനുശേഷം ഇ ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇതാണ്, റിലീസാണ്. അതിലില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വാർത്തയെ കുറിച്ച് കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. ഇ ഡിയിൽ ഇല്ലാത്ത കേസിന് ഇപ്പൊ ഇന്ന് രാവിലെ റിയാസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് എടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞേക്കണത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ നിയമ നടപടിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് ടൈം എടുക്കും. പിന്നെ അത് തെളിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഇതിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ പ്രസ് റിലീസ് തന്നെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. യഥാർത്ഥത്തിൽ ഇത് 15 കൊല്ലങ്ങൾക്കിടയിൽ 182 കോടി രൂപയുടെ വളരെ ഫേക്ക് ആയിട്ടുള്ള എക്സ്പെൻസസ് അത് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 182 കോടിയിൽ ഈ 2.25 കോടി 2,72,00,000 രൂപയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതിയോ? എൻ്റെ ആദ്യത്തെ ചോദ്യമാണ്, മതിയോ? അപ്പൊ ചോദിക്കുക അതും കൂടി അന്വേഷിക്കാൻ പാടില്ല. അത് അന്വേഷിക്ക്. ഇനി അന്വേഷിച്ചിട്ട് എന്താ ചെയ്തേക്കണ? During the search operation, several digital devices were seized and statements are recorded. Evidence relating to transfer of money using Hawala channels are also found. ഹവാല ഉപയോഗിച്ച് പണം കടത്തി എന്നുള്ളത് ഒരു കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. The seizure made by ED shows that Srimati Veena was handling an amount beyond her non-services of income. The amounts stated in her handwritten accounts are over and above the amount received from CMRL. ED would initiate legal action as per law. ഞാൻ ചോദിക്കുന്നത്, ഒന്ന്, ഈ 9 സ്ഥലത്ത് റെയ്ഡ് നടത്തുക. 9 സ്ഥലത്ത് റെയ്ഡ് നടത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് കൊടുക്കുക. ആ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള കാര്യം എടുക്കുകയാണ്. കാരണം ഇതിനകത്ത് പറയുന്നത് ഹവാല ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ഹവാല ട്രാൻസാക്ഷനിൽ ആരുടെ ആയിരിക്കും? ഇവരുമായി ബന്ധപ്പെട്ട നിരവധി കമ്പനികളിൽ നടത്തിയിട്ടുണ്ട്. ആ കമ്പനികളിൽ ആരെങ്കിലും ഒരാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെക്കാം, തെറ്റില്ല. മനസ്സിലായ? പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളവനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഇതിൽ തന്നെ പെട്ടിട്ടുള്ള 9 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആരൊക്കെയാണെന്ന് നമുക്കറിയോ? പേരുകൾ നമുക്കറിയോ? നമുക്കറിയാവുന്നത് വീണ തൈക്കണ്ടീനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുഴുവൻ ഒരു ആകാംക്ഷ ഇതിലേക്ക് നിൽക്കും. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ബുദ്ധിപരമായി എല്ലാ സ്ഥലങ്ങളിലും ശരിക്കും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു തന്ത്രമാണിത്. നിങ്ങൾ ഇന്ത്യ മുഴുവൻ എടുത്തിട്ടുള്ള കേസുകൾ നോക്കിക്കോ. ആ ഇന്ത്യ മുഴുവൻ എടുത്തിട്ടുള്ള കേസുകളിൽ യഥാർത്ഥത്തിൽ ഇതുപോലെ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ 11 പേരൊഴികെ ബാക്കിയുള്ള എല്ലാവരും 200ഓളം പേർക്ക് എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ മാത്രമാണ് കേസെടുത്തേക്കണത്. അവർ മാത്രമല്ലേ കള്ളപ്പണം ഡീൽ ചെയ്തിട്ടുള്ളൂ, അല്ലേ? അല്ലാതെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഡീൽ ചെയ്തിട്ടില്ല. PC ജോർജൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞാണ്. ഏത് 4.5 കോടി വന്നു. പിന്നെ നമുക്കറിയാലോ, എല്ലാ BJP എല്ലാ മണ്ഡലത്തിലും ശരിക്കും 28 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ളൂ. ശരിയായിരിക്കൂലേ? ശരിയായിരിക്കും. കാരണം അത്ര പോസ്റ്ററൊക്കെ ആകെ ശരിക്കും പറഞ്ഞാൽ PC ജോർജിന്റെ പോസ്റ്റർ ഉണ്ടായില്ല,
ബാനർ ഉണ്ടായാലും ഒന്നും ഉണ്ടായാലും 28 ലക്ഷം രൂപ. ഏത് ശരിക്കും പറഞ്ഞാൽ 28 ലക്ഷം രൂപ അവിടുത്തെ എല്ലാ മറ്റേ പ്രവർത്തകരും കൂടി മൂക്കിപ്പൊടി മേടിച്ച് വലിച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ 28 ലക്ഷം രൂപ തീർന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ആരോടാണ് ഈ പറയണത്? ഇത് ഈ കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള പ്രതിബദ്ധത കൊണ്ടാണോ? ഇതൊരൊറ്റ കാര്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമതാ ബാനർജിക്കെതിരെ, അതുപോലെ തന്നെ ഈ പറയുന്ന മമതാ ബാനർജിയിലെ മന്ത്രിമാർക്കെതിരെ, മമതാ ബാനർജിക്കെതിരെ എടുക്കൽ എളുപ്പമല്ല. കാരണം വെച്ചാൽ അവർ കൈകൊണ്ട് കാശ് തൊടില്ല, കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടക്കില്ല. പക്ഷെ അവരുടെ മന്ത്രിമാരിലൊക്കെ പലരും അഴിമതിക്കാരാണ് കേട്ടോ, അതിലൊന്നും സംശയമില്ല. മന്ത്രിമാർക്കെതിരെ, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും എതിരെ, അതിൽ തന്നെ അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പാർട്ടികൾക്കെതിരെ, ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടി ഇതേപോലെ തന്നെ ഒരു കേസുണ്ടാക്കിയതല്ലേ. ഇതേപോലെ തന്നെ കേസുണ്ടാക്കി കോടികളുടെ ഹവാല ഡീലിങ്സ്, അതുപോലെ മണി ട്രയൽസ്, ഇതൊന്നും കണ്ടെത്താനാകാതെ കേസ് എന്ത് ചെയ്തു? അവസാനിച്ചത് ഇത് രാഷ്ട്രീയമായ പരിപാടി മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഇതിൽ എഴുതി വെച്ചേക്കുന്ന അടുത്ത കാര്യം എന്താ? അതായത് വീണ വിജയൻ എന്ന് പറയുന്ന, വീണ ടി എന്ന് പറയുന്ന, ഇതിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച. CMRL towards the payment to ശ്രീമതി വീണ, ഡോട്ടർ ഓഫ് ശ്രീ പി വിജയൻ, എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഫാദറിനെ കുറിച്ച് ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഫാദറിനെ കുറിച്ച് എഴുതി എന്ന് തന്നെ വിചാരിക്കുക, വേറെ ആരുടെയും ഫാദറിനെ കുറിച്ച് ഇല്ല കേട്ടോ. ഒരു പ്രതിയുടെയും ഫാദറിനെ കുറിച്ച് ഇതിനകത്ത് ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു പ്രതിയുടെ ഫാദറിനെ കുറിച്ച് എഴുതുമ്പോൾ തന്നെ അയാളുടെ ഡെസിഗ്നേഷൻ കൂടി എഴുതുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം വിട്ടുപോയി എന്നാ പറയണ, നൗ ദ ഒപ്പോസിഷൻ ലീഡർ ആൻഡ് CPIM പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൂടി എഴുതി വെക്കേണ്ടതായിരുന്നു. എന്തൊരു ശുഷ്കാന്തി. എനിക്കിപ്പോ സമയമില്ല, ഇവിടെ നമ്മൾ ഇത് നീക്കൊത്തുമില്ല. ഞാൻ പറയണ, കേരളത്തിൽ ഏതെങ്കിലും ചാനൽ ഒരു 3 മണിക്കൂർ ഡിസ്കഷൻ വെക്ക്, 2 മണിക്കൂർ ഡിസ്കഷൻ വെക്ക്, ഞാൻ വന്നിരിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഇതുപോലെ തകർത്ത് കളഞ്ഞിട്ടുള്ള ആളുകൾ, ഇനി അവര് നിങ്ങളുടെ ഭാഗത്തേക്ക് മാറിയാലുണ്ടല്ലോ, ഇതില്ലാതെ അപ്പൊ പിന്നെ EDയുടെ ഒരു പ്രസ് റിലീസും ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ പോലും ഇടിക്കുന്നുണ്ടാവൂല, ഉത്തരവില്ല. അപ്പൊ എന്താ ഇതിപ്പോ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തില് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്ത്, ടാർണിഷ് ചെയ്ത് CPMന്റെ ഒരു ക്രെഡിബിലിറ്റിയും CPMന്റെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും തകർക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് 5 കൊല്ലം എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ചെയ്ത്, അതിൽ അവർ വിജയിച്ചു. പക്ഷെ അതിൽ വിജയിച്ച പോലെ ഇവിടെ വിജയിക്കില്ല കേട്ടോ, ഇവിടെ വിജയിക്കില്ല. പറഞ്ഞുതരാം. അതിൽ തന്നെ മറ്റേ അവിടെയുള്ള മനീഷ് സിസോദിയെയും സഞ്ജയ് സിംഗ് അടക്കം അരവിന്ദ് കെജ്രിവാളിനോട്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അരവിന്ദ് കെജ്രിവാളിനോട് കൂറ് കാണിക്കുകയും ഈ പാർട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന എല്ലാത്തിനും അകത്തിട്ടു. ഏത് നമ്മുടെ കൂറുമാറിയ ആളുകളൊന്നും അതിൽ പെട്ടില്ല. കാരണം അവരായിട്ടൊക്കെ എന്ത് ചെയ്തു, ചെറിയ സമ്മർദ്ദം ചെലുത്തിയാൽ മതി എന്ന് എന്ത് ചെയ്യാ, അറിയാം, മനസ്സിലായി, ചെറിയ സമ്മർദ്ദം. മറ്റത് എന്ത് ചെയ്തു, എല്ലാവരും എടുത്ത് അകത്തിട്ടു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള കള്ളപ്പണം തുടച്ചു മാറ്റാൻ പറ്റുകയാണെങ്കിൽ കൊടകരയിൽ വരണ്ടേ, വന്നില്ലല്ലോ. സർ, ഞാൻ ചോദിക്കാൻ വന്നത് മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ മുഹമ്മദ് റിയാസിന്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറെ നാളുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതായത് CPMന്റെ ഒരു അസ്തമനം എന്ന് ഇവർ കണക്ക് കൂട്ടുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അതിലൂടെ റിയാസ് മുൻനിരയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരുന്നു. ഈ സമയത്തല്ലേ സത്യത്തിൽ റിയാസിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടന്നു തുടങ്ങി? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തുകൊണ്ട് വൈ മുഹമ്മദ് റിയാസ് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഇപ്പോൾ ഉള്ളൂ. അതായത് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മാറിയതിന് ശേഷം ആരാകും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ചോദ്യത്തിന് വളരെ കുറച്ചു പേർ മാത്രമേ CPMൽ നിന്ന് ജയിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ ആരും തന്നെ ജയിച്ചില്ല. ഇപ്പൊ TP രാമകൃഷ്ണൻ ജയിച്ചില്ല, അതുപോലെ നിരവധി ആളുകൾ ജയിച്ചില്ല. അതേസമയം KN ബാലഗോപാൽ ജയിച്ചു, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ജയിച്ചു. ഞാനിവിടെ ഇരുന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം KN ബാലഗോപാൽ ഒരു കുറച്ചുകൂടി തണുത്ത പ്രകൃതമുള്ള ഒരാളാണ്. അതേസമയം കുറച്ചുകൂടി അഗ്രസീവ് നേച്ചർ പ്രകടിപ്പിക്കാൻ കഴിയുന്ന, എന്നാൽ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാൾ മുഹമ്മദ് റിയാസ് ആണ്. ഈ മുഹമ്മദ് റിയാസിനെ മുമ്പിലേക്ക് നിർത്തിയാൽ പാർട്ടിക്ക് വലിയൊരു ഗുണവും കൂടി ഉണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ മുമ്പിലേക്ക് നിർത്തിയാൽ ഉള്ള വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ മലബാറിൽ നിന്നുള്ള മുസ്ലിം മൈനോറിറ്റി വോട്ടുകളിൽ സ്വാഭാവികമായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം കൂടി വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ UDFന്റെ അടിത്തറ അടപടലം എന്ത് ചെയ്യും, തകരും. അതങ്ങനെ തകരാൻ പാടില്ല. പകരം
ഈ വരുന്ന 5 കൊല്ലങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും ഈഴവ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി CPM ആണ്. ആ CPM-ൽ ആരൊക്കെ ക്രെഡിബിൾ ആയിട്ടുണ്ടോ, ആരൊക്കെ മനസ്സിലായി, അതിൽ പിടിക്കാൻ പറ്റുന്ന എല്ലാവരെയും പിടിക്കുക. ഇപ്പൊ M സ്വരാജിനെതിരെ ശരിക്കും പറഞ്ഞ ഒരു ED അന്വേഷണം പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത്, ചെയ്യണത്. മനസ്സിലായി. M സ്വരാജ് ഇലക്ഷനും മത്സരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി PV അൻവറിനോട് തോറ്റിരുന്നുവെങ്കിൽ. പക്ഷേ അഭൂതപൂർവമായ ഒരു വിജയം അവിടെ നിന്നുണ്ടായി. കാരണം കോഴിക്കോടുള്ള ബാക്കി 13 എണ്ണത്തിൽ ബാക്കി എല്ലാം തോറ്റപ്പോഴും പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്തു, ജയിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഈ 5 കൊല്ലം ഇനി നിരന്തരമായി ഇത് ഉണ്ടാവും കേട്ടോ പ്രജിത. ഞാനിത് ഇതിനു മുമ്പേ പറഞ്ഞാണ് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് പിന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പേ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞാണ്. അപ്പൊ തന്നെ ഇനി എന്താന്ന് വെച്ചാൽ ഈ 5 കൊല്ലങ്ങൾ കൊണ്ട് CPM-ന്റെ നിലവിലുള്ള ഒരു വിശ്വാസ്യത പതുക്കെ പതുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ തകർത്തിട്ട് ആ സ്പേസിലേക്ക് BJP-ക്ക് കയറാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുക. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ ഹവാലയില്ല, ഹുവാലയില്ല, ഒരു ഇതുമില്ല. ഹവാലയൊക്കെ ഉണ്ടാവും, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ വീണ വിജയൻ 84 ലക്ഷം രൂപ കടത്തി എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ, എങ്ങനെ കടത്തി? കപ്പലിലോ അതോ വിമാനത്തിലോ അതോ ഈ പറയുന്ന പോലെ എന്താണ് മറ്റേ നീന്തി കടത്തിയോ? എങ്ങനെ കടത്തി എന്ന് പറഞ്ഞേ. ബാങ്ക് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതൊന്നും എഴുതി വെച്ചാ, അത് എഴുതി വെച്ച് ഇതിന്റെ ഇന്റൻസിറ്റി പോയി വാർത്തകളുടെ. 84 ലക്ഷം രൂപ ഇന്ന ബാങ്കിൽ നിന്ന് ഇന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ മറ്റേ അനുമതി ഉണ്ടോ, അങ്ങനെ കടത്താൻ അനുമതി ഉണ്ടോ, എന്തിനാണ് എന്നുള്ളത് ഇതേവരെ ചോദിച്ചിട്ടില്ല. അതായത് ദുരൂഹതയും ഈ പറയുന്ന പോലെ ആളുകളുടെ മുമ്പിൽ ചെറിയൊരു എന്ത് നടത്തുക, ഒരു ഈ പറയുന്ന പോലെ ഒരു സ്ലട്ട് ഷേമിങ് പോലെ ഒരു പരിപാടി അങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്ത് പതുക്കെ എന്ത് ചെയ്യുക. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഭരണത്തിൽ നിന്നിട്ട് ഒരു കാര്യം പ്രത്യേകം പ്രതി ഓർക്കണം കേട്ടാ, ഒരു മന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ക്രെഡിബിൾ ആയ ഒരു അഴിമതി ആരോപണം പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉന്നയിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനത പ്രബുദ്ധരാണെന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ജനതയെക്കുറിച്ച് പോലുള്ള പ്രശ്നം ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ അഴിമതിക്കാരാണ് എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ എന്താണ് അഴിമതി, എങ്ങനെ അവർ പണം സമ്പാദിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചോദ്യവും നമ്മുടെ ജനതയും ചോദിക്കുന്നില്ല. തീയില്ലാതെ പോകേണ്ടാവില്ലല്ലോ, എന്തെങ്കിലും എന്ത് ചെയ്യും. മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടിരുന്ന പോലെ ഏത് ആൻഡോ അഗസ്റ്റിന് 126 കോടി രൂപ ആൻഡോ അഗസ്റ്റിൻ തന്നെ പറ്റിച്ചെടുത്ത് ആൻഡോ അഗസ്റ്റിൻ വേറൊരു കമ്പനിക്ക് കൊടുത്ത് പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു, 126 കോടി രൂപ പയ്യോ പോയേ പെട്ട എന്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞ് പുള്ളി തലക്കും കൈ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയണ പുള്ളിനെ എന്ത് ചെയ്തു പറ്റിച്ചു. പുള്ളി പറ്റിച്ചു. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. പക്ഷെ വാർത്ത എന്ത് ചെയ്യാ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ ഒരു പൂഴി മണ്ണിലേക്ക് ഇവർ വന്നങ്ങ് നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെല്ലാരും കൂടി അവിടെ നിന്ന് കൈകൊട്ടിക്കളി കളിക്കുമ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ കയറുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല ആളാരാണ്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും. നമ്മുടെ കണ്ണിൽ ഇത്തിരി മണ്ണ് പോയതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ, യഥാർത്ഥത്തിൽ ഇനിയൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ ഇപ്പൊ വീണയും അതുപോലെ തന്നെ മറ്റേ മുഹമ്മദ് റിയാസും യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവം വരുമ്പോഴത്തേക്കൊന്നും ഇനി അടുത്ത ചോദ്യം ഉണ്ടാവും. അതെന്താണെന്നറിയാമോ, പാർട്ടിയിനൊന്നും വേണ്ടാത്ത ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. പാർട്ടി ഒന്നും സംസാരിച്ചെന്ത് പറയാന്നറിയാം, അത് ശരി, അവരുടെ വ്യക്തിപരമായ ബിസിനസ്സുകൾക്ക് പാർട്ടി തന്നെ ആയിരിക്കാൻ നിൽക്കണമെന്ന്. ചെറിയൊരു കേസ് കൂടി പറഞ്ഞിട്ട് നിർത്താട്ട. ബിനീഷ് കൊടിയേരിയുടെ കേസ് എന്തായി നമ്മളിപ്പോ ചോദിക്കരുത്. ഏത് ബിനീഷ് കൊടിയേരിയുടെ കേസ് എന്തായി? ഞാനും താങ്കളോടൊക്കെ എല്ലാരും വാർത്ത ചെയ്തിട്ടുണ്ടല്ലോ. എന്തായി? അല്ല, വെറുതെ വിട്ടു. ഇനി ബിനീഷ് വേണ്ട. കാരണം എന്താ, അന്ന് കൊടിയേരി ഉണ്ടായിരുന്നു. കൊടിയേരി കേരളത്തിലെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിലെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് എന്ത് പറ്റി കൊടിയേരി, ബിനീഷ് കൊടിയേരി, നിങ്ങളെ പാർട്ടി ഇപ്പൊ ആളുകളുടെ സങ്കടം എന്താണെന്നറിയാമോ? മാധ്യമങ്ങളുടെ നിങ്ങളെ മാത്രം പാർട്ടി എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ. ശരിക്കും എന്താ ചെയ്യുക? ശരിക്കും വീണ തൈക്കണ്ടില്ല ന്യായീകരിക്കുന്ന പോലെ നിങ്ങളെ ന്യായീകരിക്കാൻ വരുന്നില്ലല്ലോ. വൈ, വാട്ട് ഹാപ്പൻ? അപ്പൊ അന്ന് ഇനി ഇവിടെ ഒരു പ്രോഗ്രാം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലെന്ന് ആലോചിക്കേണ്ട. അതിന് ഒരൊറ്റ പ്രോഗ്രാം ഉണ്ടാകാൻ പാടില്ല. മാധ്യമങ്ങൾ അന്നും ഇന്നും എന്ന് പറഞ്ഞ പരിപാടി ഗം പോലെ